എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 6-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഫൈനലി എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹിസ് മൈറ്റ്. ഫൈനലി നമ്മളെല്ലാവരും ഒരു അവസാന സമയങ്ങളിലേക്ക്, ഒരു ഫൈനൽ ടൈമിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ട് സത്യങ്ങൾ, രണ്ട് ആത്മീക മർമ്മങ്ങൾ ഈ ഫൈനലി എന്ന, ഒടുവിൽ എന്ന വാക്കിനുണ്ട്. ഒന്ന്, നമ്മളെല്ലാവരും അന്ത്യകാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അന്ത്യകാലത്തിലേക്ക്, അവസാന നാളുകളിലേക്ക്, ഫൈനൽ ഡേയ്സിൽ നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി സമീപമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലത്തിന്റെ ലക്ഷണങ്ങൾ മുഴുവൻ യേശു കർത്താവിൻ്റെ മടങ്ങി വരവിനെ, മേഘപ്രത്യക്ഷതയെ വിളിച്ചറിയിക്കുന്ന ഈ ഒടുവിലത്തെ നാളുകൾ എന്ന് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ അതിന്റെ 1 മുതൽ 5 വരെയുള്ള അധ്യായത്തിൽ, അല്ലെങ്കിൽ 6 വരെയുള്ള അധ്യായത്തിന്റെ ഏകദേശം 9 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ട്, ഹല്ലേലൂയ, അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിന്റെ എല്ലാം ശേഷം ഒടുവിൽ എന്നും നമുക്കവിടെ അതിനെ ചിന്തിക്കാനായി കഴിയുന്നുണ്ട്. ഇവിടെ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. കർത്താവിലും അവന്റെ അമിത ബലത്തിലും നാം ശക്തി പ്രാപിക്കുക. എന്തുകൊണ്ടാണ്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന്. അപ്പോൾ പൈശാചിക മണ്ഡലത്തിന്, പൈശാചിക മേഖലകൾക്ക് തന്ത്രങ്ങളുണ്ട്, അവർക്ക് ആയുധങ്ങളില്ല. പിശാച് എപ്പോഴും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ ഡെസ്പാക്കുവാൻ, നിങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കുവാൻ, നിങ്ങളെ നിരാശരാക്കുവാൻ ഉപയോഗിക്കുന്നത് തന്ത്രങ്ങളാണ്, പൈശാചിക തന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പലയിടങ്ങളിലും സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. കാരണം കൊലോസ്യർ 2:14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു, ക്രൂശിന്റെ മേൽ യേശു കർത്താവ് പൈശാചിക മണ്ഡലത്തിന്റെ മേൽ ജയോത്സവം കൊണ്ടാടി, അവറ്റകളെ ആയുധവർഗം വെപ്പിച്ചു, പരസ്യ കാഴ്ചയാക്കി, നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുകളെ മായിച്ചു, മറയ്ക്കുകയല്ല, മായിച്ചു. ഹല്ലേലൂയ. പൈശാചിക മേഖലകളെ യേശു പരാജയപ്പെടുത്തി. എന്നാൽ ഇന്ന് പിശാച് പ്രവർത്തിക്കുന്നത് തന്ത്രങ്ങളിലൂടെയാണ്. അതിൽ പൈശാചിക മേഖലയുടെ, സാത്താന്യ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം അവൻ മെനയുന്നത് മനുഷ്യന്റെ ചിന്തകളിലൂടെയാണ്. അവന്റെ ചിന്തകളെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. അവനെ പല ചിന്തകൾ കൊടുത്തുകൊണ്ട് അവനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമുക്ക് തിരിച്ചറിയുവാനായി കഴിയണം. ചില ആൾക്കാർ പറയുന്നു, ഞാനിപ്പോൾ വളരെ ഡെസ്പാണ്, എൻ്റെ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളുണ്ട്, ഒരുപാട് ഞാൻ ചിന്തിച്ചാകുലപ്പെട്ടിരിക്കുകയാണ്, ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം എന്നെ ഭരിക്കുകയാണ്, ഞാൻ വല്ലാതെ നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇത് പിശാചിന്റെ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ് പ്രിയപ്പെട്ടവരെ. ആദിയിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ പൈശാചിക തന്ത്രം അവൻ ഓപ്പറേറ്റ് ചെയ്തത് അവിടെ അങ്ങനെയായിരുന്നു. കാരണം നമുക്കറിയാൻ കഴിയുന്നുണ്ട്, ആദവും ഹൗവയും ഏദൻ തോട്ടത്തിലായിരിക്കുമ്പോൾ സാത്താൻ ആദത്തോടും ഹൗവയോടും ചോദിക്കുകയാണ്, നിശ്ചയമായും ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിശ്ചയമായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സംശയിപ്പിക്കുകയാണ്, ചിന്തിപ്പിക്കുകയാണ്. സർവശക്തനാകുന്ന ദൈവം ഏദൻ തോട്ടത്തിൽ വന്നതിനു ശേഷം വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം ഏദനിൽ വന്ന് വിളിച്ചു, ആദമേ നീ എവിടെയാണ്? അവർ നഗ്നരെന്നറിഞ്ഞ് അത്തിയില കൊണ്ട് അരയാള തുന്നി ഉണ്ടാക്കി നഗ്നത മറച്ച് വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു നിൽക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ വിളി കേട്ട് മുൻപിൽ വന്നു നിന്നു. എന്നിട്ട് വേദപുസ്തകത്തിൽ ആദവും ഹവ്വയും ദൈവത്തോട് പറയുന്നു, ദൈവമേ ഞങ്ങൾ നഗ്നരാണ്. പക്ഷെ ദൈവം അവരോട് ചോദിക്കുന്നു, നിങ്ങൾ നഗ്നരാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾ നഗ്നരാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഞാൻ നിങ്ങളെ തേജസ്സിന്റെ വസ്ത്രമുടിപ്പിച്ച് ഏദനിൽ നിർത്തിയപ്പോൾ, ഞാൻ നിങ്ങളെ വിശുദ്ധിയുടെ വസ്ത്രമുടിപ്പിച്ച് ഏദനിൽ നിർത്തിയപ്പോൾ നിങ്ങൾ നഗ്നരല്ലായിരുന്നല്ലോ. ഇതിന്റെ ഇടയിൽ
ആരാണ് നിങ്ങളുടെ ചിന്തകളെ കയ്യിലെടുത്തത്? ആരാണ് നിങ്ങളെ പാപത്തിലേക്ക് വലിച്ചിഴച്ചിട്ടത്? ഹല്ലേലൂയ. ദൈവം ചോദിക്കുകയാണ്, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ മനസ്സിൽ പിശാച് ചിലപ്പോൾ പറയും, നീ ഒരു പരാജിതയാണ്, നീ ഒരു പരാജിതനാണ്, നിന്റെ കുടുംബജീവിതം തകർന്നു പോകും, നിന്റെ ജീവിതം ഇല്ലാതെയാകും, നിന്റെ വിദ്യാഭ്യാസം മുൻപോട്ട് പോകില്ല, അല്ലെങ്കിൽ നിന്റെ ബിസിനസ് പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ നിനക്കൊരു ശുശ്രൂഷ ഇനി ഇല്ല, നിനക്ക് ഇനി മുന്നേറാൻ കഴിയത്തില്ല. നിന്നെ ഡെസ്പാക്കാൻ, നിന്നെ ഡൗൺ ആക്കാൻ, നിന്നെ ഡിസ്കറേജ്ഡ് ആക്കാൻ പിശാച് തന്ത്രങ്ങൾ മെനയും. അല്ലെങ്കിൽ നിനക്ക് ആ രോഗം വരും, നീ മരിച്ചു പോകും, നിനക്ക് ഈ പ്രശ്നം വരും, നിന്റെ കുടുംബം അനാഥമായി. ഇങ്ങനെ തിന്മകളുടെ, ഭോഷ്കുകളുടെ ഒരു നിര തന്നെ നിങ്ങളുടെ മൈൻഡിൽ പൈശാചിക മണ്ഡലം കുത്തിവെക്കുവാനിടയായി തീരും. ആ തന്ത്രങ്ങളെ, അവന്റെ ആ തന്ത്രങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയണം. ചിന്തകൾ വരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് വേണ്ടത് മാത്രമേ നാം തിരഞ്ഞെടുക്കാവൂ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി പോകുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ആ ഗ്രോസറി ഷോപ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും നമുക്ക് എടുത്തുകൊണ്ട് പോകാനുള്ളതല്ല, അവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും നമുക്ക് വാങ്ങിക്കാനുള്ളതല്ല. നമുക്ക് അതിനകത്ത് വേണ്ടുന്ന ചില സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നേക്കാം. പക്ഷേ അതിൽ വേണ്ടത് മാത്രമേ എടുക്കാവൂ. വേണ്ടാത്തത്, പൈശാചികമായത്, ഡിമോണിക്കായത്, ആ ഇൻഫ്ലുവൻസുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുവാൻ, അതിനെ ശാസിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ഞാൻ ഇന്ന് ആ മേഖലയെക്കുറിച്ച് ചില മിനിറ്റുകൾ നിങ്ങളോട് പറയുവാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പോലും ഈ മേഖലയിൽ ഭയങ്കരമായ ഫൈറ്റിംഗ് അനുഭവിച്ച മനുഷ്യനാണ്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ പ്രവർത്തിക്കുന്നത്. 23-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് അവിടെ എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന മറ്റൊരു പോരാട്ടം എനിക്കുണ്ട് എന്ന് പൗലോസ് പറയുന്നത്. തൻ്റെ ചിന്താമണ്ഡലങ്ങളോട്, തൻ്റെ അവയവങ്ങളോട്, തൻ്റെ മനസ്സിനോട്, തൻ്റെ വികാരങ്ങളോട്, തൻ്റെ ഇച്ഛകളോടൊക്കെ സാത്താന്യ മണ്ഡലം പൊരുതിയ മേഖലകളിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ അതിനെ എങ്ങനെയാ ജയിച്ചത്? ആ പൗലോസ് അപ്പോസ്തലൻ ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ വ്യക്തമാക്കുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ ജഡത്തിലല്ല കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഞങ്ങളുടെ പോരിന്റെ ആയുധം എന്താണ്? പോര്. ഈ പല ആൾക്കാരും പോരാട്ടമാണെന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ റിയൽ ഫൈറ്റ് എന്ന് പറയുന്നത്? അതാണ് അടുത്ത വാക്യം. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. സങ്കല്പങ്ങൾ, ഇമാജിനേഷൻസ്, വിചാരങ്ങൾ, തോട്ട്സ്, എല്ലാ തിന്മയുടെ ഇമാജിനേഷൻസ്. നിങ്ങളുടെ മൈൻഡിനകത്ത് പല കാര്യങ്ങൾ നിങ്ങളെയും കൊണ്ട് ഇമാജിൻ ചെയ്യിപ്പിക്കും പൈശാചിക ശക്തികൾ. തിന്മയുടെ ഇമാജിനേഷൻസ്, നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന തോട്ട്സ്, ഇമാജിനേഷൻസ് ആൻഡ് തോട്ട്സ്, സങ്കല്പങ്ങളും വിചാരങ്ങളും. ആ സങ്കല്പങ്ങളുടെ, വിചാരങ്ങളുടെ കോട്ടയെ പൈശാചിക പോരാട്ടവുമായിട്ടുള്ള ബന്ധത്തിൽ സാത്താൻ കൊണ്ടുവരുന്ന ഈ മേഖലയെ തിരിച്ചറിഞ്ഞ് അതിനെ ഇടിച്ച് അതിനെ ജയിച്ച് മുന്നേറുവാൻ ഇന്ന് കർത്താവ് ചിലർക്ക് കൃപ ചെയ്യാൻ പോവുകയാണ്. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യമല്ലേ, ഒരു ചെറുപ്പക്കാരൻ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ, ഒരു മൊബൈൽ ഫോണുമായിട്ടിരിക്കുമ്പോൾ
അവനാ ഇരിക്കുന്ന ഇരിപ്പിൽ അവന്റെ മൈൻഡിനെ പൈശാചിക ശക്തികൾക്ക് കയ്യിലെടുത്തുകൊണ്ട് ബാഡ് ഇമാജിനേഷൻസ്, തെറ്റായ സെക്ഷൽ ഇമാജിനേഷൻസ്, ഇമ്മോറൽ ഇമാജിനേഷൻസ് അവന് കൊടുത്ത് അവനെ അവിടെ ഇരുത്തി പാപത്തിൽ തള്ളിയിടാൻ പിശാചിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾക്ക് ദുബായിൽ പോയിട്ട് വരാം. ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലയിടത്തും സഞ്ചരിക്കാം. നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതെല്ലാം നമുക്കുള്ളതല്ല, അതെല്ലാം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനുള്ളതല്ല. അതിൽ ചിലത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനെ മാത്രം, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിനെ മാത്രം, നിങ്ങൾക്ക് നന്മയായി പരിണമിക്കുന്നതിനെ മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി കഴിയണം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കും. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഇമാജിനേഷൻസും സങ്കല്പങ്ങളും വിചാരങ്ങളും ഞങ്ങൾ പിടിച്ചടക്കുന്നു. അതിനെ ഞങ്ങൾ ഇടിച്ചു കളയുന്നു. കാരണം അതൊരു കോട്ടയായി രൂപപ്പെടുന്നു. ഓരോ ചിന്തകളും ഓരോ നാരുകളാണ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ ചിന്തകളും ഓരോ നാരുകൾ പോലെയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ആ പ്രാർത്ഥിക്കുന്ന പായ അല്ലെങ്കിൽ ആ കാർപ്പറ്റ് ഒരു നാരല്ല, പല നാരുകൾ ചേർന്ന് നെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം പല നൂലുകൾ ചേർത്ത് തയ്ച്ചിരിക്കുന്നതാണ്. ഇതുപോലെ പല പല ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അതൊരു കോട്ട പോലെയാക്കി അതിനകത്ത് നിങ്ങളെ കയറ്റിയിരുത്തി ആ സങ്കല്പത്തിന്റെ ചിന്തയുടെ കോട്ടയ്ക്കകത്ത് നിന്നെ നിരാശപ്പെടുത്തിയിരുത്താൻ പൈശാചിക മണ്ഡലത്തിന് സാധിക്കും. അതവൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. അതിനെ നമുക്ക് ഇടിക്കാൻ, പൊളിക്കാൻ ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ. ഇത് വേറെ എങ്ങും പരിഹരിക്കപ്പെടില്ല. ഇത് ദൈവസന്നിധിയിൽ മാത്രമേ പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇത് പ്രാർത്ഥനയിൽ ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇത് പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് പരിശുദ്ധാത്മ ശക്തിയാൽ, അഭിഷേകത്താൽ ഇടിക്കേണ്ടി ഒന്നാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് കൊണ്ടുവരുന്ന സകല നിരാശകളും, നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സകല പൈശാചിക ഈവിൽ തോട്ടുകളും, ഇമ്മോറൽ തോട്ടുകളും, ബാഡ് തോട്ട്സുകളും എല്ലാം സ്വർഗത്തിലെ ദൈവം യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഇങ്ങനൊരു വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്, പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ പോലും അറിയാതെ സാത്താന് പ്രവർത്തിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ 2 കൊരിന്ത്യർ 2:11 പൗലോസ് പറയുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ട്രിക്കുകളാണ്, ആയുധങ്ങളില്ല. അതുകൊണ്ട് എഫേസ്യർ 4:27 അപ്പോസ്തലൻ പറയുന്നുണ്ട്, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അവന് ശരിക്കും പറഞ്ഞാൽ ചിന്തകളിലൂടെയോ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകളിലൂടെയോ സൂചി കുത്താൻ ഇടം കൊടുത്താൽ അവൻ വലിയ ഫ്ലാറ്റ് പണിഞ്ഞിട്ട് പോകും. ഞാൻ അങ്ങനെയാ പലപ്പോഴും പറയുന്നത്. കാരണം പൈശാചിക മണ്ഡലത്തിന് ഒരല്പം ഇടം കൊടുത്താൽ മതി, അവൻ അകത്ത് കയറി നുഴഞ്ഞു വന്ന് വിളിക്കാത്ത അതിഥിയാണ് അവൻ, ക്ഷണിക്കാത്ത അതിഥിയാണ്. അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ഡീസന്റ് അല്ല, അവൻ ഡീസന്റ് ക്യാരക്ടർ അല്ല. യേശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ശബ്ദം കേട്ട് വാതിൽ തുറന്നു കൊടുത്താലേ, കതക് തുറന്നു കൊടുത്താലേ, ഹൃദയം തുറന്നു കൊടുത്താലേ യേശു അകത്ത് വരത്തുള്ളൂ. കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചാലേ യേശു വരത്തുള്ളൂ, വിശ്വസിച്ചാലേ അവൻ പ്രവർത്തിക്കത്തുള്ളൂ. പക്ഷെ പിശാച് അതല്ല. പിശാച് എവിടെയും ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ എവിടെയെങ്കിലും വീക്കായിരിക്കുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും ഒരു പാപത്തിൽ വീണിരിക്കുമ്പോൾ, നമ്മൾ എവിടെയെങ്കിലും അസ്വസ്ഥരായിരിക്കുമ്പോൾ, ആ മൊമെന്റിൽ അവൻ അകത്ത് പ്രവേശിച്ച് തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങും, ചിന്തകളെ കയ്യിലെടുക്കാൻ തുടങ്ങും. ഞാൻ 1-2 സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ പത്രോസ് യേശു കർത്താവിന്റെ മുൻപിൽ വന്ന് കയറി നിന്നിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ ക്രൂശിതനാകരുത്. നിന്റെ മരണ പുനരുത്ഥാനത്തെ കുറിച്ചൊക്കെ നീ ഇപ്പോൾ സംസാരിച്ചു, പക്ഷേ ഒരിക്കലും നീ മരിക്കരുത് എന്ന് പീറ്റർ യേശുവിനോട് പറയുമ്പോൾ,
നമ്മൾ കരുതി പത്രോസിന് യേശുവിനോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ട് ആ സെന്റിമെന്റലായിട്ട് പറഞ്ഞതാണെന്ന്. പക്ഷെ ആ മൊമെന്റിൽ യേശു പത്രോസിനെ സംബോധന ചെയ്ത പദം എന്നാണെന്നറിയാമോ? സാത്താനെ എന്നെ വിട്ടുമാറുക, സാത്താനെ മാറി നിൽക്കുക, പുറകോട്ട് പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പത്രോസ് ഈ കാര്യം പറയുമ്പോൾ പത്രോസിന്റെ ചിന്തയിൽ വന്ന ആ തിന്മ കൊണ്ടുവന്ന സാത്താനെ യേശുവിനെ കാണാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ യേശു ഒരിക്കലും പീറ്ററിനെ സൈറ്റൻ എന്ന് വിളിക്കത്തില്ല, സാത്താനെ എന്ന് വിളിക്കത്തില്ല. യേശു അങ്ങനെ പറയത്തില്ല. യേശുവിനത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ പൊടുന്നനവെ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവന്റെ മൈൻഡിനെ പിശാച് കയ്യിലെടുക്കുവാൻ ശ്രമിച്ചതാണ്. ഇനി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഈ സാത്താൻ യേശു കർത്താവിനെ 40 രാവും 40 പകലും യേശു ഫാസ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് പരീക്ഷിക്കാനായി വന്നു, അല്ലേ? നമ്മൾ ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ സാത്താൻ വന്നിട്ട് ഫാസ്റ്റിംഗിലായിരിക്കുന്ന 40 ഡേയ്സ് ഫാസ്റ്റിംഗിലായിരിക്കുന്ന യേശുവിനോട് പറയുന്നു, നീ ഈ കല്ലിനോട്, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുക എന്ന് പറയുക. അപ്പൊ യേശു പറയുന്നുണ്ട്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. നിങ്ങൾ ഈ സാത്താൻ എങ്ങനെയായിരിക്കും യേശുവിന്റെ അടുക്കൽ വന്ന് എന്നാണ് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരിക്കുന്നത്? നമ്മളൊക്കെ സാധാരണ ഈ പല ഈ എന്താ പറയുന്നേ, യോഹന്നാന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ള ദ ഗോസ്പൽ ഓഫ് ജോൺ എന്ന മൂവിയിലും ജീസസ് എന്നുള്ള പഴയകാല മൂവി സിനിമകളിലൊക്കെ പാമ്പായിട്ട് ഇങ്ങനെ യേശുവിന്റെ അരികിൽ ഇഴഞ്ഞു വന്ന് നിന്ന് സംസാരിക്കുന്ന പിശാചിനെയാണ് നിങ്ങളുടെ മൈൻഡിലിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ വ്യക്തമായി കൃത്യമായി വേദപുസ്തകം പഠിക്കുമ്പോൾ സാത്താൻ ഒരു പാമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു കറുത്ത രൂപമായിട്ടോ കൊമ്പൊന്നും വെച്ചല്ല യേശുവിന്റെ അരികിൽ വരുന്നത്. യേശുവിന്റെ മൈൻഡിലാണ് ഈ കാര്യങ്ങൾ പിശാച് കൊടുക്കാൻ നോക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ലോകത്തിലെ സകല രാജ്യങ്ങളെയും ഒറ്റ സെക്കൻഡിൽ യേശുവിനെ അവൻ കാണിച്ചു കൊടുത്തു. അതെങ്ങനെയാ? മുഴുവൻ രാജ്യങ്ങളെയും കൊണ്ടുവന്ന് ഉരുട്ടിക്കൊണ്ടുവന്ന് കർത്താവിന്റെ മുമ്പിൽ വെച്ചോ? അല്ല, മൈൻഡാണ്, മൈൻഡിൽ കൊടുക്കുകയാണ്. അവിടെ ആ ചിന്തകളെയാണ് യേശു ഡീൽ ചെയ്യുന്നത്. പിശാച് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ. സത്യമായിട്ടും യേശു കർത്താവ് അവിടെ പറഞ്ഞൊരു വേർഡുണ്ട്, മനുഷ്യപുത്രൻ. അപ്പം കൊണ്ട് മാത്രമല്ല പിശാചെ, ദൈവപുത്രൻ അല്ല, മനുഷ്യപുത്രൻ ഇതിനെ ഡീൽ ചെയ്യും. ഈ രണ്ടാമതൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. അവിടെ ആ മൊമെന്റിൽ സാത്താൻ എന്തെല്ലാം ചിന്തകൾ അവിടെ കൊണ്ടുവന്നോ, എന്തെല്ലാം കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞോ, അതിനെ മുഴുവൻ യേശു ഡീൽ ചെയ്തത് ദൈവവചനം വെച്ചാണ്, വേർഡ് വെച്ചാണ്. കാരണം വചനമാണ് എല്ലാ പൈശാചിക ശക്തികളെയും തകർക്കുന്ന ആയുധം. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ വായിൽ നിന്ന് റിലീസായാൽ, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞാൽ, ദൈവത്തിന്റെ വചനത്തെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റിയാൽ, ദൈവത്തിന്റെ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റിയാൽ, ജയകരമാകുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാനായി കഴിയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. എഴുതപ്പെട്ട വചനത്തെ വെച്ചാണ് യേശു അത് ഡീൽ ചെയ്യുന്നത്. മൈൻഡിൽ പിശാച് കൊണ്ടുവന്നതിനെ വചനത്താൽ യേശു വെട്ടിക്കളഞ്ഞു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. അവിടെ ഈ സാത്താൻ യേശുവിനോട് ഇത് പറയുമ്പോൾ യേശു കർത്താവ് പിശാച് പറഞ്ഞതല്ലേ, എന്നാൽ കാണിച്ചു തന്നേക്കാം, കർത്താവ് അങ്ങ് കല്ലിനെ അപ്പമാക്കിയിരുന്നെങ്കിൽ, മലയുടെ മുകളിൽ നിന്ന് ചാടിയിട്ട് ഒന്നും സംഭവിക്കാതെ തിരിച്ചു കയറി വന്നിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ പൈശാചിക മണ്ഡലത്തോടൊരു ചലഞ്ചിങ് പോലെ ഏറ്റെടുത്ത് യേശു അത് ചെയ്തിരുന്നെങ്കിൽ അവിടെ എന്താ സംഭവിച്ചേനെന്നറിയാവോ? പിശാച് ഒരു കാര്യം വിളിച്ചു പറഞ്ഞേനെ. കണ്ടോ, അവന്റെ മൈൻഡിനോട് ഞാൻ ഇടപെട്ടത്, അവന്റെ ചിന്തകളിൽ ഞാൻ കൊടുത്ത കാര്യങ്ങളെ അവനൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് അവൻ എൻ്റെ മുമ്പിൽ അത് ആക്ട് ചെയ്തു. അങ്ങനെ പോയിരുന്നെങ്കിൽ, യേശു അത് ചെയ്തിരുന്നെങ്കിൽ, ദൈവത്തെ ചിന്തകൾ കൊടുത്തും കാഴ്ചകൾ കൊടുത്തും പിശാചിന് ആക്ട് ചെയ്യിക്കാൻ, പ്രവർത്തിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മാനവകുലത്തിന്റെ മുഴുവൻ
ചിന്തയുടെ മൈൻഡിന്റെ കൺട്രോളും അവന്റെ കയ്യിൽ പോയേനെ. എന്നാൽ ദൈവമക്കളുടെ, ദൈവവചനം വിശ്വസിക്കുന്നവരുടെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ, മാനവകുലത്തിന്റെ മനോവികാര ഇച്ഛകളുടെ, ശരീരത്തിന്റെ, ആത്മാവിന്റെ, പ്രാണന്റെ ഉടമസ്ഥൻ ജീവനുള്ള ദൈവമാണ്. സർവശക്തനാകുന്ന ദൈവമാണ്. നിന്റെ ആത്മാവിന്റെ, നിന്റെ പ്രാണന്റെ, നിന്റെ ചിന്തയുടെ ഉടമസ്ഥൻ ജീവനുള്ള ദൈവമാണ്. സർവശക്തനായ ദൈവമാണ്. ഞാൻ അതിനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ശരീരം ഒരു ഭവനമാണ്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്കൊരു വീടായിട്ട് കാണാൻ കഴിയണം. അതെ, ബൈബിളും അങ്ങനെയാ പറയുന്നത്. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ഭവനം തന്നെയാണ്. നിങ്ങളുടെ ശരീരത്തിന് ഒരു യജമാനനുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അപ്പനുള്ളതുപോലെ നിങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിന്, വീടിന് ഒരു യജമാനനുണ്ട്. ആ യജമാനൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവാണ്. എന്നാൽ ഈ ശരീരത്തിന്റെ വേലക്കാരനാണ് മനസ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, യജമാനൻ ആത്മാവാണ്, ഈ ശരീരത്തിന്റെ വേലക്കാരൻ മനസ്സാണ്. കാരണം നമ്മുടെ മനസ്സാണ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ചിന്തയാണ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ബ്രെയിനാണ് നമ്മളോട് പറയുന്നത്, വെള്ളം കുടിക്ക്, അങ്ങോട്ട് പോ, കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഒന്നുകൂടെ ഞാനത് പറയുന്നു, ആത്മാവിലാണ് ദൈവം വന്നത്. നിങ്ങളുടെ ആത്മാവിലാണ് ക്രിസ്തു വന്നത്. ദൈവം വന്നത് നിങ്ങളുടെ ആത്മാവിലാണ്. കാരണം ദൈവം ആരാണ്? ആത്മാവാണ്. ആത്മാവാകുന്ന ദൈവം വന്ന് നിറഞ്ഞത് നിങ്ങളുടെ ആത്മമനുഷ്യനിലാണ്. നിങ്ങളുടെ ആത്മമനുഷ്യൻ നിങ്ങളുടെ ശരീരത്തിന്റെ യജമാനനാണ്. ശരീരത്തിന്റെ യജമാനനാകുന്ന ആത്മമനുഷ്യൻ വേണം വേലക്കാരനാകുന്ന മനസ്സിനെ നിയന്ത്രിക്കാൻ. ഒരിക്കലും വേലക്കാരൻ യജമാനനെ നിയന്ത്രിക്കുന്ന സ്ഥിതിയിലേക്ക് പോകരുത്. വേലക്കാരനാകുന്ന മനസ്സ് പറയുന്നത് ആത്മാവാകുന്ന യജമാനൻ അനുസരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആത്മാവിനാൽ ഞാൻ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു. ജഡത്തിൽ സഞ്ചരിക്കുന്നവർ ജഡീകമായത് ചെയ്യുന്നു, ആത്മാവിൽ സഞ്ചരിക്കുന്നവർ ആത്മീയമായത് ചെയ്യുന്നു. ജഡസ്വഭാവമുള്ളവൻ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പിന്നെയും പറയുന്നത്, ഞാൻ തന്നെ പ്രസംഗിച്ച ശേഷം കൊളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ജഡത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തുന്നു. വീണ്ടും പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആത്മാവിന്റെ നിയന്ത്രണം ദൈവത്തിന് ലഭിക്കുമ്പോൾ ആ ആത്മാവിനെയും കൊണ്ട് പരിശുദ്ധാത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ അകത്ത മനുഷ്യന്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ ജഡത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ പ്രാണനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളോട് പോരാടുന്ന സകല പൈശാചിക മേഖലകളെയും നിങ്ങൾക്ക് ജയിക്കുവാനായി കഴിയും. ഞാൻ മറ്റൊരു കാര്യം, ഈ അപ്പോസ്തലനായ പത്രോസിനെ കുറിച്ച് 2 കാര്യങ്ങൾ പറയട്ടെ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6, 7, 8, 9 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുവീൻ. നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും, ചിന്തകളെയും ആകുലതകളെയും, നിങ്ങളുടെ സകല ചിന്തകളെയും, നിങ്ങളുടെ സകല ആകുലതകളെയും നിങ്ങൾ അവന്റെ മേലിട്ടുകൊള്ളുവീൻ. പൗലോസ് പറയുന്നു, കർത്താവിൽ സന്തോഷിപ്പീനെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിന്റെ സാഹചര്യങ്ങളോടുള്ള ബന്ധത്തിൽ സന്തോഷിക്കുവാൻ കഴിയാതെ പൈശാചികമായ ആക്രമണങ്ങളിൽ പിടിക്കപ്പെട്ട് ചിന്തകളോടും മനസ്സിനോടുമൊക്കെ പോരാടി പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളെ ഡിസ്കറേജ് ചെയ്ത്, ഡെസ്പാക്കി, ടെൻസ്ഡാക്കി നിങ്ങളെ ഒതുക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആ മേഖലകളെ തിരിച്ചറിഞ്ഞതിനെ കുടഞ്ഞു കളഞ്ഞ്
നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾ ശക്തരായി മുന്നോട്ട് പോകണം. എന്നിട്ട് നിങ്ങളോട് തന്നെ ദാവീദ് ചോദിച്ചതുപോലെ ചോദിക്കണം, എൻ്റെ ആത്മാവേ, നീ ഉള്ളിൽ ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത് എന്തിന്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവനിൽ തന്നെ നീ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്റെ മുഖപ്രകാശവും അവൻ നിന്റെ രക്ഷയും അത്രേ. ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവവൈതലേ, നിന്റെ ആത്മാവിനോട് ചോദിച്ചേ, എൻ്റെ ആത്മാവേ, എൻ്റെ മനസ്സേ, എൻ്റെ ചിന്തകളെ, എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്തിനാണ്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ, ക്രിസ്തുവിൽ പുകഴുവാൻ, ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അത് കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. ആ കോട്ടകൾ ഇടിയട്ടെ, ആ കോട്ടകൾ ഇടിയട്ടെ. മരണഭീതി ഇടിഞ്ഞു പോകട്ടെ. കുടുംബജീവിതത്തെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച്, നാളെക്കുറിച്ചുള്ള എല്ലാ ആകുലതകളും പൊളിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ മാനസിക സംഘർഷങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ സാഹചര്യങ്ങളും, കോട്ടകൾ പോലെ പിശാച് ഉയർത്തി നിർത്തിയിരിക്കുന്ന സകല കോട്ടകളും യേശുവിൻ നാമത്തിൽ ഉടഞ്ഞു വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ സംഭവിച്ച സംഭവങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ, കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായ ചില പ്രതിസന്ധികൾ ഇനിയും ഉണ്ടാകുമോ? അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇനിയും വരുമോ? അന്നുണ്ടായ തലചുറ്റൽ ഇനിയും ഉണ്ടാകുമോ? അന്ന് വന്ന ആ ഒരു പെയിൻ ഇനിയും വരുമോ? അന്ന് വീട്ടിൽ സംഭവിച്ച വഴക്ക് ഇനിയും ഉണ്ടാകുമോ? അന്ന് സംഭവിച്ച സാമ്പത്തിക നഷ്ടം ഇനിയും സംഭവിക്കും. ഇങ്ങനെ പിശാചിനറിയാം നിങ്ങളെ എവിടെ കൊടുക്കണമെന്ന്. പിശാചിനറിയാം നിങ്ങളെ എവിടെ, ഏത് ലോക്കിനകത്ത് ലോക്ക് ചെയ്തിടണമെന്ന്. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യോഹന്നാൻ 8:32 വായിക്കുന്നത് പോലെ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി തീരുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ, a freedom in Christ, freedom in mind, freedom from the sin, freedom from the demonic influences, freedom from all the evil things. എല്ലാ പൈശാചികമായ മേഖലകളിൽ നിന്നും സ്വതന്ത്രരായിക്കൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ പുകഴുന്ന, ക്രിസ്തുവിൽ ആനന്ദിക്കുന്ന, ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ തീരട്ടെ. ഞാനിത് ഇങ്ങനെ നിങ്ങളോട് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രൊഫറ്റിക് വേർഡ് പോലെ, ഒരു പ്രവചനം പോലെ കർത്താവ് ആ കുടുംബത്തോട്, ആ വ്യക്തിയോട് പറയാൻ ഇങ്ങനെ പറയുന്നു. ഈ എല്ലാ ജോർദാനും ക്രോസ് ചെയ്യുമ്പോൾ കർത്താവ് ഇങ്ങനെയാ പറയുന്നേ, ഒരു മാൻഡിൽ നിന്റെ മേളിൽ വീഴുന്നതിന് മുൻപ് നിന്റെ മുമ്പിൽ ഒരു ജോർദാൻ ഉണ്ടായിരിക്കും. ആ ജോർദാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഇരട്ടി അഭിഷേകത്തിന്റെ പങ്ക് നിന്നിൽ വരാനാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. അത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏലിയാവും എലീശായും കൂടെ ജോർദാന്റെ മുമ്പിലെത്തി. നമുക്കറിയാം, ഗിൽഗാലിലും ബഥേലിലും മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് ഈ ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ എലീശയോട് പറഞ്ഞായിരുന്നു, നീ എൻ്റെ ഒപ്പം വരണ്ട. അപ്പോൾ അവിടെ എല്ലാം എലീശ ഏലിയാവിനോട് പറഞ്ഞായിരുന്നു, യജമാനനാണ്, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ലെന്ന്. അങ്ങനെയാണ് അവർ ജോർദാന്റെ കരയിൽ വന്നത്. അപ്പൊ ജോർദാന്റെ കരയിൽ എലീശ വന്ന് നിൽക്കുമ്പോൾ എലീശയ്ക്ക് അറിഞ്ഞുകൂടാ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് തന്റെ മേളിൽ വരാൻ സമയമായെന്നു. പക്ഷെ ഇപ്പോൾ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ജോർദാൻ എന്ന് പറയുന്നത് ബഥേല് പോലെയോ ഗിൽഗാല് പോലെയോ ഒന്നുമല്ല. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം മരണ ജോർദാൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിനകത്ത് വീണാൽ രക്ഷപ്പെട്ടു പോവുകയില്ല. കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ മുമ്പിൽ കൃഷികളെല്ലാം നശിക്കും. ജോർദാനിൽ വീണാൽ എല്ലാം നഷ്ടപ്പെടും. ഒരുത്തന്റെ കോടാലി അതിനകത്ത് പോയിട്ട് അത് പിന്നെ എലീശ പ്രാർത്ഥിച്ചാണ് അത് പൊക്കിയെടുത്തോണ്ട് വന്നത്. അപ്പോൾ അതിനകത്ത് പോയാൽ പോയതാണ്. അതിൻ്റെ കരയുടെ മുന്നിൽ, ആ കരയിലാണ്, ആ ജോർദാന്റെ തീരത്താണ് നിൽക്കുന്നത്. അവിടെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു വിഷയമുണ്ട്. രണ്ട്, അതിനകത്ത് ഇറങ്ങാൻ കഴിയില്ല. അവിടെയാണ് ആ മരണ ജോർദാന്റെ മുൻപിലാണ് ഏലിയാവ് എലീശ നിൽക്കുമ്പോൾ ഏലിയാവ് തൻ്റെ മുകളിൽ കിടന്ന ആ പുതപ്പെടുത്ത് ജോർദാനിൽ അടിച്ചു. ജോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ഏലിയാവും എലീശയും കൂടെ ആ ജോർദാൻ ക്രോസ് ചെയ്ത് മറുകരയിൽ എത്തുമ്പോഴാണ്
ഏലിയാവ് എലീശയോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, നീ പറയുക. അശ്വരഥങ്ങളിൽ ചുഴലിക്കാറ്റിൽ ദൈവപുരുഷനെ സ്വർഗത്തിലെ ദൈവം ആ തേരിലെടുത്ത് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായവനെ എന്ന എലീശ തന്റെ സ്പിരിച്വൽ ഫാദറിനോട്, തന്റെ ദൈവമനുഷ്യനോട് പറയുമ്പോൾ, ഏലിയാവിന്റെ മുകളിൽ കിടന്ന ആ പുതപ്പ് ഡബിൾ പോർഷൻ അഭിഷേകമായി, അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കായി എലീശയുടെ മേളിൽ വന്നു വീഴുന്നത്. എല്ലാ ഇരട്ടി പങ്കിനും മുൻപ് ഒരു ജോർദാനുണ്ട്. ഇതേതോ ഒരു വ്യക്തിയോടുള്ള ദൂതാണ്. എല്ലാ ഇരട്ടി പങ്കിനും മുൻപ് നീ ഒരു ജോർദാനെ ക്രോസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ നീ എന്തൊക്കെയോ വിഷയങ്ങളെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഒരു പാസ് ഓവർ സിറ്റുവേഷനിൽ നിങ്ങൾ പോകുന്നുണ്ട്. ആ പാസ് ഓവർ വീക്കിൽ നമുക്കറിയാം, യേശു കർത്താവ് ഗെഥശമനയിൽ അനുഭവിച്ച വ്യഥ, ക്രൂശീകരണത്തിൽ അനുഭവിച്ച വ്യഥ. പക്ഷേ ആ വ്യഥകളെ പാസ് ചെയ്ത് കർത്താവ് പോയത് ഒരു റിസറക്ഷനിലേക്കാണ്, ഒരു ഉയർപ്പിലേക്കാണ്. ജോർദാനെ പാസ് ചെയ്ത് ക്രോസ് ചെയ്ത് എലീശ പോയത് ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്ങിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏതൊക്കെയോ വിഷയങ്ങളെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിലൂടെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവരോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നീ നദിയിലൂടെ കടക്കുമ്പോൾ നദി നിന്നെ കവിഞ്ഞൊഴുകുകയില്ല. തീയിലൂടെ നടക്കുമ്പോൾ ആ തീക്ക്, അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനോട് പറയുകയാണ്, പ്രാർത്ഥിച്ചുകൊള്ളുക, വീണ്ടും പ്രാർത്ഥിച്ചുകൊള്ളുക. ഇതിനു മുമ്പിൽ വറീഡ് ആകരുത്, ഡൗൺ ആകരുത്, ഡെസ്പാകരുത്. ഒരു ഡബിൾ പോർഷൻ ബ്ലസ്സിംഗ്, ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്, ഒരു ഡബിൾ പോർഷൻ ഫേവർ ഓഫ് ദ ലോർഡ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. ഇന്നത്തെ ഈ സന്ദേശത്തിൽ പൈശാചിക മണ്ഡലത്തിന്റെ എന്തൊക്കെയോ അജണ്ടകളെ ദൈവം ക്ലോസ് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത് എനിക്ക് ആത്മാവിൽ മനസ്സിലാകുന്നു. ഒരു ദൈവമനുഷ്യൻ എന്ന നിലയിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഏലിയാവ് ചെയ്തതൊക്കെയും, അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ച്, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. 3-ാമത്തെ വാക്യം, അവൻ ഭയപ്പെട്ടു. ഏലിയാവ് ഭയപ്പെട്ടു, എഴുന്നേറ്റു, ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്കുൾപ്പെട്ട ബർഷബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിക്കുവാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എന്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ, എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. ഓ ജീസസ്! ഏലിയാവ് എന്ന് പറയുന്ന ദൈവപുരുഷൻ എത്ര ശക്തനാണ്! തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇസ്രായേലിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ലെന്ന് ഏലിയാവ് പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ നിറവേറി. ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട അതിശക്തനായ പ്രവാചകനായിരുന്ന, അതിശക്തമേറിയ ഡിക്ലറേഷൻ, അനോയിന്റിങ്ങും പ്രൊഫറ്റിക് ഗ്രേസുമുള്ള മനുഷ്യൻ. ഈ മനുഷ്യനോട് ഒരു സ്ത്രീ ആളെ അയച്ച് പറയുകയാണ്, നാളെ നിന്നെ ഞാൻ തീർത്തു കളയും. ബൈബിളിൽ ആ പദം എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. 1 രാജാക്കന്മാർ 19 3-ാം വാക്യം, അവൻ ഭയപ്പെട്ടു. ഏലിയാവിന്റെ ഉള്ളിൽ ഭീതി വന്നു. ഭീതി എങ്ങനെയാ വന്നേ? ചില കേൾവികളാൽ, ചില ചിന്തകളാൽ. ചില കേൾവികളാൽ, ചില ചിന്തകളാൽ നിങ്ങളിങ്ങനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നോ വറീസ്. അത് യാദൃച്ഛികമായതോ അല്ലെങ്കിൽ അത് സംഭവിച്ചുകൂടാത്തതോ ഒന്നുമല്ല. ദൈവവചനത്തിൽ ശക്തനായ അഭിഷിക്തനായ ഏലിയാവ് പോലും അതിലൂടെ കടന്നുപോയി. എന്നിട്ട് ഏലിയാവ് എന്താ ചെയ്തേ? മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന്
ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിക്കാൻ ഇച്ഛിച്ചു എന്ന് പറയുമ്പോൾ അത് എവിടെയാ ആ സംഭവം വന്നേ? മൈൻഡിൽ മരിക്കണമെന്ന് അവൻ ചിന്തിച്ചു. അപ്പോൾ ഏലിയാവ്, മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. മതി, മടുപ്പ്, നിരാശ, ഇതെല്ലാം ഇസബേലിയ തന്ത്രങ്ങളാണ്. ഇതൊന്നും ദൈവം ചെയ്യുന്ന കാര്യങ്ങളല്ല. മടുപ്പ്, മതി, ഒന്നിനോടും ഒരു സന്തോഷം തോന്നാത്ത അവസ്ഥ, ഒന്നിലും ഒരു ആനന്ദം ഇല്ലാത്ത അവസ്ഥ, മടുപ്പിക്കുന്ന അനുഭവങ്ങൾ, മടുപ്പ് തോന്നുന്ന ജോലി മേഖലയിൽ, കുടുംബജീവിതത്തിൽ, ശുശ്രൂഷയിൽ, ബിസിനസ്സിൽ, സാമ്പത്തിക മേഖലയിൽ, പഠന മേഖലകളിൽ ഒക്കെ ഇങ്ങനെ മടുപ്പ് തോന്നുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ആ ഡിമോണിക് ഡീലിനെ, ആ ഡിമോണിക് അജണ്ടയെ, ആ പൈശാചിക തന്ത്രത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഓ ജീസസ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിക്കുവാൻ പാപികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീനെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുമ്പോൾ, താങ്ക് യു ലോർഡ് ജീസസ്, എല്ലാ മടുപ്പുകളെയും ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്.